ഹലോ ഗൈസ്. നമ്മളിന്ന് ഒരു ഗെയിമിംഗ് വീഡിയോ ചെയ്യുന്നത്. നമ്മളിന്നൊരു സ്പെഷ്യൽ വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഇത് കാണിച്ചു തരാം. നിങ്ങളിപ്പോൾ എൻ്റെ ഡെസ്ക്ടോപ്പിൽ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറേ പെയ്ഡ് ആയിട്ടുള്ള ഗെയിംസ് ഒക്കെ കാണാം. കാരണം ഇപ്പോൾ ഇതൊക്കെ പെയ്ഡ് ആയിട്ടുള്ള ഗെയിംസാണ്. ജിയോമെട്രി ഡാഷ്, ഡിആർഡോകളും, ഗ്രാൻഡ് തെഫ്റ്റ് ഓട്ടോ, വൈസ് സിറ്റി, ഗോഡ് സിമുലേറ്റർ, ഹലോ നെയ്ബർ, ഇതൊക്കെ പെയ്ഡ് ഗെയിംസാണ്. ഇതൊക്കെ കയറ്റാൻ നമ്മൾ പൈസ കൊടുക്കും. ഞാൻ ഗെയിമിൽ പൈസ ഇതുവരെ മുടക്കിയിട്ടില്ല. ഇത് ഞാൻ ഫ്രീ ആയിട്ട് കയറ്റിയതാണ്. ഇത് ക്രാക്കും തേങ്ങയും വാങ്ങിയൊന്നുമല്ല. ഇത് ടോട്ടലി ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് എവിടെ ഇരുന്ന് വേണേലും കയറ്റാൻ പറ്റും. അല്ല, നെറ്റ് വേണം. എവിടെ ഇരുന്ന് വേണമെന്നല്ല, ഓക്കെ, അതിന് നെറ്റ് വേണം. നമ്മൾ ഇതെങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനൊരു ലിങ്ക് തന്നിട്ട്, ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലൊക്കെ ഇടാൻ നോക്കാം. ഓക്കെ, ഞാൻ ഒരു ഇട്ടിട്ടുണ്ട്, ഒരു ലിങ്ക് ഇട്ടിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഡിസ്കോഡിൽ കയറും. നിങ്ങൾ ഡിസ്കോഡിൽ ലോഗിൻ ആയിരിക്കണം. എന്നാലാണ് നിങ്ങൾക്ക് ആ ഡിസ്കോഡ് സെർവറിൽ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ലാപ്ടോപ്പിലാണ്, നിങ്ങൾ മൊബൈലിലാണ് കളിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് കയറ്റിയിട്ട് ഒരാവശ്യം ഉണ്ടാവില്ല. ഓക്കെ, നിങ്ങൾ ഡിസ്കോഡിൽ വരാം. ഓക്കെ, ഇത് ലോഡിങ് ആണ്. ഇതൊക്കെ നിങ്ങൾ കുറച്ച് ഇതാക്കുക. പിന്നെ ഇങ്ങനത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസൊന്നും, ഇത്ര അടിപൊളി ഇൻഫോർമേറ്റീവ് വീഡിയോസൊന്നും മലയാളത്തിൽ കിട്ടാൻ വളരെ പണിയാണ്. ഓക്കെ, അത്രക്കും അടിപൊളി കണ്ടന്റാണ് നമ്മൾ ഈ ചാനലിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾ മാക്സിമം ലൈക്കും സബ്സ്ക്രൈബൊക്കെ നിങ്ങൾ അടിച്ചുകൊണ്ട് പൊടിപ്പിച്ചാക്കി. ഓക്കെ, നമ്മളെത്തിയിട്ടുണ്ട്. ഇതാണ് ആ ഡിസ്കോഡ് സെർവറിൻ്റെ പേര്. ഇതിൻ്റെ പേര് ഓപ്പൺ ലുവ .cloud എന്നാണ് ഇതിൻ്റെ പേര്. ഇത് സംഭവം എന്താ വെച്ചാൽ, നമുക്ക് ഇവരൊരു സ്ക്രിപ്റ്റ് തരും. എന്ന് പറഞ്ഞാൽ ഒരു സ്ക്രിപ്റ്റ് എന്നല്ല, ഒരു ഗെയിം, ഇപ്പോൾ ഒരു സ്റ്റീമിന് ഒരു ഗെയിം ഉണ്ടാവും. ആ ഗെയിമിൻ്റെ ഒരു ID ഉണ്ടാവും. ഒരു നമ്പറിലുള്ള ഒരു 5 ഡിജിറ്റ് നമ്പറിൻ്റെ ഒരു ID ഉണ്ടാവും. ആ ID ഇവർ തരും. ആ ID ഇവരിങ്ങനെ .luva എന്ന് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. നിങ്ങളിതിൽ ചെയ്യേണ്ടത് വെച്ചാൽ, നിങ്ങൾക്ക് ഇതൊന്നും അറിയണ്ടാവില്ല. നിങ്ങൾ ജസ്റ്റ് ഇതിൽ ചെന്നിട്ട് ഈ യൂസേജ് ഗൈഡ് ആൻഡ് FAQ എന്നുള്ളതിൽ ഈ ഗൈഡ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഈ ഗൈഡിൻ്റെ സാധനം ക്ലിക്ക് ചെയ്യുക. ഓക്കെ, നിങ്ങൾ ഇത് ജസ്റ്റ് ഒന്ന് ഓണാക്കത്. ഇത് എപ്പോഴും നമ്മൾ ഇതൊന്നും ആക്കില്ല, അല്ലേ വേണ്ട, അത് നമ്മളിങ്ങനെ ഓണാക്കിയിടേണ്ട പറയും. ഞാൻ ഓണാക്കിയിടല്ലോ. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഓണാക്കിയിട്ടാൽ മതി. ഓക്കെ, ഒരു വെബ്സൈറ്റിലേക്ക് നമ്മളെ കൊണ്ടുപോകാന്നുള്ളതിൻ്റെ ഒരു ഇതാണ്. അത് നമുക്ക് കാണിച്ചു തരാണ്. നമ്മളൊരു വേറൊരു വെബ്സൈറ്റിലേക്ക് പോകാമെന്ന് നമുക്കൊന്ന് കാണിച്ചു തരാണ്, വേറെ ഒന്നുമില്ല. ഓക്കെ, ഇപ്പോൾ വരും. വന്നിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് 2 എടുത്തേക്കും, ഒരെണ്ണം എടുത്ത് വെച്ചാൽ മതി. ഓക്കെ, അതൊന്ന് ലോഡാവണം. ഓക്കെ, ലോഡായിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഈ 3 ഇതുണ്ടാവും. എന്തെങ്കിലും ഈ ബിഗിനേഴ്സ് ഗൈഡ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഉണ്ടാവും: ഡൗൺലോഡിങ് എ ഗെയിം, റിമൂവിങ് എ ഗെയിം, ഇൻസ്റ്റാളിങ് സ്റ്റീം ടൂൾസ്. ഇതിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ ഇൻസ്റ്റാളിങ് സ്റ്റീം ടൂൾസ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിൽ ഈ 7ാമത്തത് ഡൗൺലോഡ് ദ സ്റ്റീം ടൂൾസ് ഇൻസ്റ്റാളർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ഈ നീല കളറിൽ കൊടുത്തേക്കണം. ഇതല്ല കേട്ടോ, ഈ പി വെച്ചിട്ട് തുടങ്ങിയ പോർട്ട് പ്രോട്ടോൺ അല്ല. ഡൗൺലോഡ് ദ സ്റ്റീം ടൂൾസ് ഇൻസ്റ്റാളർ എന്നുള്ളൊരു ലിങ്ക് ഉണ്ടാവും. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമ്മളൊരു വെബ്സൈറ്റിൽ എത്തും. ഒന്ന് വെയിറ്റ് ആക്കണം. ഞാൻ റെക്കോർഡ് ചെയ്യണതിൻ്റെ ചെറിയൊരു ലാഗ് ഉണ്ട്, റെക്കോർഡ് ചെയ്യണോണ്ടാണ്. ഓക്കെ, നിങ്ങൾക്കിത് ചിലപ്പോൾ വേഗം കിട്ടും, നിങ്ങൾ റെക്കോർഡ് ചെയ്യണ്ടാവില്ലായിരിക്കും. ഓക്കെ, ഇതൊന്നും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇത് ക്രാക്കൊന്നും അല്ല. ഞാനിപ്പോഴേ പറയുന്നത് ക്രാക്കല്ല. ഇതിന് നിങ്ങളെ വൈറസോ ഒരു കാര്യമൊന്നും കയറൂല. നിങ്ങളെ വിൻഡോസിൻ്റെ ഡിഫൻഡർ ഓണാക്കിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിങ്ങനെ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഇതിക്കൊന്ന് പോലെ ഇത് ജസ്റ്റ് ഇങ്ങനെ കാണും. ഇതെന്താണ് -setup-latest.exe എന്ന് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇത് നമ്മളുടെ ആ സാധനം കയറിയതാണ്. ഓക്കെ, ഇത് നമുക്ക് കയറ്റിടത്. നമ്മൾ ഇത് കയറില്ല. ഞാൻ ഇങ്ങനെയല്ല സ്റ്റീം ടൂൾസ് ഇൻസ്റ്റാൾ ആക്കിയത്. അതുകൊണ്ടാണ് ഈ സ്റ്റീം ടൂൾസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സാധനം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെ ഉണ്ടാവും. എന്നിട്ട് നമ്മൾ ഓപ്പൺ ഫയലിൽ കൊടുക്കുക.
ഓപ്പൺ ഫയലിൽ കൊടുക്കുമ്പോൾ കാണിച്ചു തരാം. ഒന്ന് വെയിറ്റ് ആക്കുക, അത് കുറച്ച് ടൈം പിടിക്കും, ലോഡായി വരണം. ഓക്കെ, ഒന്ന് ലോഡായി വരാൻ ചെറിയൊരു സമയം എടുക്കും. ഓക്കെ, നിങ്ങൾ ഈ ഒരു സമയമാകുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് അടിച്ച് വെച്ചേക്ക്. ഓക്കെ, ഞാൻ കുറച്ച് ദിവസം എന്താണ് വീഡിയോ നട്ടിട്ടുണ്ടായിരുന്നില്ല, എന്താ പറയുക, വിളിച്ച സമയമൊന്നും ഉണ്ടായിരുന്നില്ല, എക്സാമും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ടാണ് ഈ സ്റ്റീം ടൂൾ സെറ്റപ്പ് ഒന്നും ഇങ്ങനെ കാണിക്കും. ഇത് 2 ലോഡായിട്ടുണ്ട്, ഇത് ഒരെണ്ണം മതി. ഓക്കെ, സ്റ്റീം ടൂൾ സെറ്റപ്പിൽ നെക്സ്റ്റ് കൊടുത്തിട്ട് ഇൻസ്റ്റാൾ കൊടുക്കുക. അപ്പോൾ ഇത് സെറ്റ് ആവും. എന്നിട്ട് നെക്സ്റ്റ് കൊടുത്താൽ മതി. അതൊന്ന് ഇൻസ്റ്റാൾ ആവേണ്ട, ആ ഒരു സാധനം ഇൻസ്റ്റാൾ ആയി ഉണ്ടാവും. എന്നിട്ട് ഇവിടെ ഇങ്ങനെ വരും സ്റ്റീം ടൂൾസ് പറഞ്ഞിട്ട്. ഓക്കെ, ഇനി അത് അവിടെ ഇരിക്കട്ടെ. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ നമുക്ക് ഗെയിം ഡൗൺലോഡ് ആക്കാവുന്നതാണ്. സോ ഈ ഓപ്പൺ ലുവ ഈ ഗൈഡ് തന്നെ എടുത്തോ. ഈ ഗൈഡാണ് ഏറ്റവും നല്ലത്. ഈ ഗൈഡിൽ തന്നെ എല്ലാ കാര്യം ഉണ്ടാവും. സോ നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ആ ഗൈഡ് ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, ബിഗിനേഴ്സ് ഗൈഡ്. ഈ ഡൗൺലോഡിങ് എ ഗെയിം ക്ലിക്ക് ചെയ്യുക. എങ്ങനെ നമുക്ക് ഗെയിം ഡൗൺലോഡ് ആക്കാമെന്നാണ്. ഇതിൽ ഈ ഫസ്റ്റത്തെ ഈ സാധനം ക്ലിക്ക് ചെയ്യുക, ഓപ്പൺ ലുവ .cloud ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ കുറച്ച് ഒന്ന് ലോഡ് ആവാനുണ്ടാവും. അത്ര നേരം നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. ഓക്കെ, ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു വെബ്സൈറ്റ് വരും. ഇത് ഓപ്പൺ ലുവ ക്ലൗഡാണ്. സോ ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ 43 പേര് ഓൺലൈനൊക്കെ ഉണ്ട്. സോ ഇതിൽ നിങ്ങൾക്ക് വേണ്ട ഗെയിം നിങ്ങളിതിൽ സെർച്ച് ചെയ്യുക. സോ ഞാനിതിൽ ഏത് ഗെയിമാണ് അപ്പോൾ പറയാം, ഞാൻ ഹലോ നെയ്ബർ 2 കൊടുക്കുകയാണ്. ഹലോ നെയ്ബർ 2 ഹലോ നെയ്ബർ 2 ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഗെയിം വരും. നിങ്ങൾക്ക് വേണ്ട ഗെയിം ഇവിടെ ഉണ്ടാവും. നിങ്ങൾക്ക് വേണ്ട ഗെയിം നിങ്ങൾ ആദ്യം സ്റ്റീമിൽ നോക്കുക. എന്നിട്ട് ഏത് ഗെയിമാണ് ഉണ്ടാവുക അത് ആദ്യം ഉണ്ടാവുന്ന ഗെയിമാവും മിക്കവാറും അത്. നിങ്ങൾ സ്റ്റീമിൽ നോക്കത്. അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാവും. ഇതാണ് ആ ആപ്പിൻ്റെ ID. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ആപ്പ് ID അത് 5 ഡിജിറ്റ് ഒന്നല്ല, ഇത് കുറേ ഉണ്ടാവും. ഓക്കെ, സോ ഇത് ഈ ഗെയിമിൻ്റെ ഇൻഫോർമേഷനൊക്കെ ഒന്ന് ലോഡ് ആക്കുകയാണ്. ഓക്കെ, ഇനിയുള്ള പരിപാടിയിൽ നിന്ന് കുറച്ച് ലാഗ് അടിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം അങ്ങനെയാണ്. അത് കുറച്ച് ലാഗ് അടിക്കും. ലാഗല്ല, ആഡ് വരും. കുറേ ആഡ് വരുന്നൊരു സംഭവമാണ്. ഒരു 1 മിനിറ്റ് 2 മിനിറ്റ് ഒക്കെ എടുക്കും. ഓക്കെ, സോ ഇതൊന്ന് വെരിഫൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കമ്പ്യൂട്ടറാണോ അല്ല നമ്മളൊരു കമ്പ്യൂട്ടറാണോ അതോ മനുഷ്യനാണോ എന്നുള്ളത് അതിൻ്റെ ഒരു വെരിഫിക്കേഷനാണ്. എന്തിനാണോ ഇവർക്ക് വെരിഫൈ ചെയ്തിട്ട് അതൊന്നും അതൊന്നും ഇപ്പോൾ നമുക്ക് അറിയേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഗെയിം കളിച്ചാൽ മതി. ഓക്കെ, സോ നമ്മളൊന്ന് വെയിറ്റ് ആക്കുക. ഈ വീഡിയോ ചിലപ്പോൾ നല്ല ലോങ് ആവാൻ ചാൻസ് ഉണ്ടാവും, ചിലപ്പോൾ ഉണ്ടാവില്ല, ചിലപ്പോൾ ഉണ്ടാവും. ഓക്കെ, ഇപ്പോൾ 44 പേര് ഓൺലൈൻ ഉണ്ട്. ഓക്കെ, ഇത് ഭയങ്കര റണ്ണിങ് ഏതാണ്. പക്ഷെ കുറേ പേർക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല. ഇത് ഈ കേരളത്തിൽ ഇതിനെക്കുറിച്ച് ആർക്കും അറിയേണ്ടതെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ ആർക്കും ഇതിനെക്കുറിച്ച് അറിയുന്നത്. ട്രബിൾ ഷൂട്ട് അടിക്കും. ഇത് വരുന്നില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഓക്കെ, ഇത് കുറച്ച് ടൈം പിടിക്കുന്ന സംഭവമാണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് വെയിറ്റ് ആക്കുക. ഇപ്പോൾ വരും. ഓക്കെ, ഇത് പിന്നെ ക്രാക്കൊന്നുമല്ല കേട്ടോ. ഇത് ക്രാക്കൊന്നുമല്ല. ഇത് സംഭവം എന്താ ചെയ്യാന്ന് വെച്ചാൽ എന്താപ്പം ഉണ്ടായേ ട്രബിൾ ഷൂട്ടോ. നമ്മൾ ഈ പേജ് ഒന്ന് റീഫ്രഷ് ചെയ്യുന്നുണ്ട്. അതിൽ വേണം നമുക്കിതൊന്ന് ഇങ്ങനെ അടിച്ചിട്ട് വീണ്ടും ഒന്ന് ഇതാക്കിയാൽ മതി. എന്തോ ഒരു തകരാറുണ്ട്. ഇല്ലേ നമുക്കൊരു ചെറിയ ഗെയിം ഇതാക്കാം. എന്താ ചെയ്യുക, ജിയോമെട്രി റേഷൻ ആക്കാം. ഓക്കെ, ജിയോമെട്രി റേഷൊക്കെ പെയ്ഡ് ഗെയിമാണ്. പക്ഷെ ഞാനതൊക്കെ ഫ്രീ ആയിട്ട് കയറ്റി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗെയിം സ്റ്റീമിലുള്ള ഏത് ഗെയിം പെയ്ഡ് ഗെയിം ആണെങ്കിലും നിങ്ങൾക്ക് ഇവിടുന്ന് ഫ്രീ ആയിട്ട് കയറ്റാൻ പറ്റും.
ഓക്കെ, ഇപ്പം ഞാൻ ജിയോമെട്രി ഡാഷ് എൻ്റെ കൊടുക്കുന്നുണ്ടെങ്കിൽ സെർച്ചിങ് ചെയ്യും. ജസ്റ്റ് സെർച്ചിങ് ആവും. ഓക്കെ, ഞാൻ നിയോൺ ജിയോമെട്രി ഡാഷാണ് കയറ്റുന്നത്. നിങ്ങൾക്ക് ഏത് ഗെയിം വേണമെങ്കിലും കയറ്റാൻ പറ്റും. ഇത് പെയ്ഡ് ഗെയിമാണ്. ഇത് കണ്ടിരുന്നു. ഓക്കെ, ഏതിൻ്റെ ആപ്പിൾ ഐ ഡി ഇതൊക്കെയാണ്. വെയിറ്റ് ചെയ്യാം. ഇത് ഞാൻ കണ്ടപാട് ഞാൻ വിചാരിച്ചത് ഫേക്കാണ്. പിന്നെ ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ ഇത് റെഡി. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഗൈസ്. ഞാൻ മൊബൈലിൽ കയറ്റിയിട്ട് പി സിയിലും കയറ്റാൻ പറ്റുന്ന അറിഞ്ഞ പാടെൻ്റെ ആഗ്രഹമായിരുന്നു ഇത് ജിയോമെട്രി ഡാഷ് പി സിയിൽ കളിക്കണമെന്ന്. അങ്ങനെ ഞാൻ കളിച്ച് ഗൈസ്. നല്ല അടിപൊളിയാണ്. ഇതിൽ എക്സ്ട്രാ ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. ഞാൻ എല്ലാ ഗെയിമും കയറ്റാൻ തുടങ്ങി. എല്ലാ ഗെയിം എന്ന് പറഞ്ഞാൽ ഇത് ഈ ലാപ്ടോപ്പിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഗെയിം. ഓക്കെ, ഈ വെരിഫൈങ് കുറേ നേരമായി ഗൈസ്. എന്താ പറയുക, നെറ്റിന് ചെറിയ ഇഷ്യൂ ഉണ്ടെന്നാണ് തോന്നുന്നത്. അറിയില്ല, നെറ്റിന് എന്തോ ഇഷ്യൂ ഉണ്ട്. ഓക്കെ, നമുക്കൊന്ന് റീഫ്രഷ് അടിച്ചു നോക്കാം. ഓക്കെ, ഞാൻ റീഫ്രഷ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം മുതൽ നിന്നാവോ? കുറച്ച് ടൈം പിടിക്കുന്നുണ്ട്. ഞാനിനി അതെ വെരിഫൈ ആയി കഴിഞ്ഞിട്ട് വരാം. ഓക്കെ ഗൈസ്, സോ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ജസ്റ്റ് ഈ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ ജനറേറ്റിംഗ് ഫയലാവും. ഓക്കെ, നിങ്ങൾ അത് ആവണമെങ്കിൽ ജസ്റ്റ് ഒന്ന് റീഫ്രഷ് പേജ് ഒന്ന് റീഫ്രഷ് ചെയ്യാം. ഇനി കണ്ടിന്യൂ വിത്ത് ആഡ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ കണ്ടിന്യൂ വിത്ത് ആഡ് ആവണം. ഓക്കെ, നമുക്ക് ഈ പേജ് വേണമെങ്കിൽ സ്കിപ്പ് അടിക്കാം. വെയിറ്റ് ചെയ്യാം. ഇവിടെ ഒരു പേജ് വരുമ്പോൾ ഇവിടുത്തെ ഈ പേജ് വേണമെങ്കിൽ സ്കിപ്പ് അടിക്കാം. അല്ലെങ്കിൽ ഇവിടുത്തെ പേജ് ലോഡായാൽ ഓക്കെ ഓക്കെ അങ്ങനെ ക്ലിക്ക് ചെയ്താൽ shringme.io എന്ന ഇത് ഒരു വെബ്സൈറ്റിലേക്ക് വരും. ഓക്കെ, ഇതിലാണ് നമ്മുടെ ഇത് നമുക്ക് കിട്ടുക. സോ ഇവിടെ നമുക്ക് ഒരു ക്യാപ്ച ഉണ്ടാവും. ഈ ക്യാപ്ച നമ്മൾ ഇതാക്കുക. നമ്മൾ റോബോട്ടാണോ നോക്കാനുള്ള അടുത്തത്. ഓക്കെ, അതിൻ്റെ അടുക്ക് ആഡ് വരുമ്പോൾ നമ്മൾ ഈ ഇതിങ്ങനെ ക്ലോസ് ആക്കി കൊടുക്കുക. കാരണം ഈ ആഡ് ഭയങ്കര ഇതാണ്. ഇതിൽ ഇനി ബസ് ഏതൊക്കെയുള്ളതെന്ന് അറിയും. ഇതെന്താണ് ഒരുമാതിരി അടിച്ചു പോലെ. ഓക്കെ, നമ്മളോണ്ട് ക്യാപ്ച അങ്ങോട്ട് ചെയ്ത് കൊടുക്കുക. ഈ ക്യാപ്ച എന്ന് പറഞ്ഞാൽ വളരെ ഇതൊരു ലോറിയല്ലേ, ബസ്സല്ലേ. അപ്പോൾ അത് പിന്നെ നമുക്ക് shringme.click cannot contact check your internet connection again. കണക്ഷനൊക്കെ ഉണ്ടല്ലോ, കണക്ഷനൊക്കെ ഉണ്ട്. കാൾസ് ഓക്കെ, ഇതിലൊക്കെയാണ് കാൾസ് ഉള്ളതെന്നാണ് പറയുന്നത്. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പം വരും. അയ്യോ, ഇത് വരാത്തേ. ഓക്കെ ഓക്കെ, ക്രോസ് വാക്ക്. ഇതിലൊക്കെ ക്രോസ് വാക്കുള്ളതാണ്. ഇതിലുണ്ട് പിന്നെ വേറെ ഒന്നിലും ഇല്ല. ചെക്ക് ന്യൂ ഇമേജ് ഒക്കെ പുതിയ ഇമേജ് കാണിയല്ലോ. ഈ നെറ്റിന് എന്താണാവോ, എന്തൊക്കെയോ പറ്റിയിട്ടാണ്. ഈ നെറ്റൊന്ന് ഓഫാക്കി ഓണാക്കേണ്ടി വരുമോ? മോട്ടോർ സൈക്കിൾസ് അല്ല, ഇത് ചങ്ങായില്ല. ഈ ക്യാപ്ചർ ചെയ്ത് ഞാൻ മടുത്തു ഗൈസ്. ആ നെറ്റൊന്ന് ഓഫാക്കി ഓണാക്കേണ്ടി വരും. കാരണം ഇത് ശരിയല്ല. ഓക്കെ ഗൈസ്, ഒരു വീഡിയോ ചെയ്യാൻ എന്തൊക്കെ തടസ്സങ്ങളാ. ഓക്കെ ഗൈസ്, സോ വീണ്ടും വന്നിരിക്കുകയാണ്. ലെറ്റ്സ് ഗോ. ഓക്കെ, ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ജസ്റ്റ് ഇതിൽ നിന്ന് ക്ലിക്ക് ചെയ്യാം, ക്ലോസ് ആക്കുക, അങ്ങനൊക്കെ ഉണ്ടാവും. നിങ്ങളിതൊന്നും അതിൻ്റെ ഇതാണ്. ഓക്കെ, മോട്ടോർ സൈക്കിള്.
മോട്ടോർ സൈക്കിളൊന്നുമില്ല. ഓക്കെ സെറ്റാണ് നെറ്റൊക്കെ സെറ്റാണ്. ഇനി വേഗം ലോഡാവേണ്ടതാണ്. ഓക്കെ നിങ്ങളത് ബാക്ക് അടിക്കണം. ജസ്റ്റ് ആ ഫയൽ നമ്മളുടെ ഫോൾഡറിലേക്ക് വരുമ്പോൾ അതാക്കാം. അത് വലിയ ഡൗൺലോഡ് ആക്കാനൊന്നുമില്ല. ജസ്റ്റ് ഡൗൺലോഡ് സ്റ്റാർട്ട് ചെയ്ത പാടന്നെ അത് സ്റ്റോപ്പ് ആകും. കാരണം ഭയങ്കര ഫാസ്റ്റ് ആയിട്ടാണ് ഡൗൺലോഡ് ആവുന്നത്. ഇനി ക്ലിക്ക് ടു വെരിഫൈ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ റീഡയറക്റ്റ് ചെയ്ത് ഇങ്ങനത്തെ ഒക്കെ ഒരു സാധനമാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇതാക്കുക. ഈ ന്യൂസ് പോലത്തെ ഒക്കെ സാധനം വരികയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇതാക്കുക. ഇനി ഈ പ്ലീസ് വെയിറ്റ് 10 സെക്കൻഡ് നമ്മൾ 10 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക. ഓക്കെ ഓപ്പറ ബ്രൗസറോ ഓക്കെ. ഈ ആഡ് ഇതിൽ ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. അതാണ് ഇതിൽ ആകെയുള്ളൊരു ഡൗൺ സൈഡ്. ബാക്കിയൊക്കെ സെറ്റാണ്. ആഡ് നല്ല വരും. ഈ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇങ്ങനൊരു സ്ഥലത്തെത്തും. ഈ റീഡയറക്റ്റ് എന്ന് കാണിക്കും. ഇതിങ്ങനെ ലോഡാവുന്നതിൻ്റെയാണ് ഈ റീഡയറക്റ്റ്. അപ്പോൾ ഇങ്ങനെ വരികയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കുക. അപ്പോൾ നമ്മളിങ്ങോട്ട് വരും. ഇനി ഈ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. ജനറേറ്റ് ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ഇത് വരും. ഇത് ജസ്റ്റ് ബാക്ക് അടിക്കുക. ഇനി 10 സെക്കൻഡും കൂടി വെയിറ്റ് ചെയ്യുക. ഇത് നിങ്ങൾക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ ദേഷ്യം പിടിക്കാൻ ചാൻസ് ഉണ്ട്. എനിക്കിത് ആദ്യം ചെയ്യുമ്പോൾ ഭയങ്കര ഇതായിരുന്നു. എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു ഇത് എന്തായാലും വർക്കാവില്ല. പിന്നെ ഞാനെന്തിനത് ചെയ്യണേന്ന് പറഞ്ഞിട്ട് ഇതാക്കിയത്. പിന്നെ ഇത് ചെയ്താൽ നമുക്കൊരു അടിപൊളിയായിട്ട് സാധനം കിട്ടില്ല വിചാരിച്ചിട്ടാണ് വേണ്ടി ഞാൻ ചെയ്തത്. ഓക്കെ ഇങ്ങനെ കാണിക്കും. യുവർ ലിങ്ക് ഈസ് ഓൾമോസ്റ്റ് റെഡി. ഓക്കെ ഇത് നമ്മളെ പൊട്ടനാക്കാൻ നോക്കണതാണ്. ഓക്കെ ഇത് ഈ 0 സെക്കൻഡ് കാണിക്കും. ഞാൻ ആദ്യം കുറേ ഇതിൽ ക്ലിക്ക് ചെയ്യാൻ നോക്കി. അതിലല്ല ഇതിൻ്റെ അടിയിൽ ഇവിടെയാണ് ഗെറ്റ് ലിങ്ക് തോന്നിട്ടുള്ളത്. പിന്നെ പൊട്ടനാക്കിയതാണ് ഗൈസ്. ഓക്കെ ഇതാണ് നമ്മുടെ ലാസ്റ്റത്തെ വെയിറ്റിങ്. ഇത് കഴിഞ്ഞാൽ ഇവിടെ ആയിട്ട് ഡൗൺലോഡ് ആവും. ഈ ഒരു ബാറിലായിട്ട് ഡൗൺലോഡ് ആവും. കണ്ടോ ഇപ്പോൾ വരേണ്ടതാണ്. ഒന്നും കൂടി ഗെറ്റ് ലിങ്ക് ക്ലിക്ക് ചെയ്യേണ്ടി വരും. ഇതിലും വന്നില്ല. നിങ്ങൾ ജസ്റ്റ് വരുന്ന വരെ ഗെറ്റ് ലിങ്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ വരണ്ടയാണ്. അയ്യോ അതെന്തായി വാട്ട്? അതോ ഇനി ആദ്യം മുതൽ ചെയ്യണം. ഓക്കെ എന്തുണ്ടായതാണ്. സോ ജസ്റ്റ് നിങ്ങൾ കാര്യമാക്കണ്ട. ഓക്കെ അങ്ങനെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും ആ കാര്യം ചെയ്യുക. ഇത് കുറച്ച് ദേഷ്യം പിടിക്കുന്ന കാര്യമാണ്. പക്ഷേ നിങ്ങൾക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ വളരെയധികം യൂസ്ഫുള്ളാണ്. സോ ഞാനിതൊന്ന് പൗസ് ചെയ്യേണ്ട. കാരണം നിങ്ങൾക്ക് നല്ല ദേഷ്യം പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനിതൊന്ന് പൗസ് ചെയ്യാണ്. ഇതെന്ത് വരാത്തത്? ഓക്കെ ഗൈസ്. സോ നിങ്ങൾ ജസ്റ്റ് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നിങ്ങളൊന്ന് കയറുക. എന്നിട്ടൊന്ന് ഇറങ്ങിയാൽ മതി. കയറാൻ ഒരു 2 സെക്കൻഡ് ഒരു 10 സെക്കൻഡ് നിൽക്കുക. എന്നിട്ട് ഇറങ്ങിയാൽ നിങ്ങളത് സാധനം ഇങ്ങനെ കൊണ്ട് കയറി വരും. ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ നിൽക്കും. സോ ഇതാണ് നമ്മളുടെ ലുവ കോഡ്. സോ ഇത് നിങ്ങൾ ഈ ഫയലിൻ്റെ ഇത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇതിൽ നിന്ന് പോവുക. പോകുമ്പോൾ ഈ ഫയലിൻ്റെ ഇത് വരും. ഫയലിൻ്റെ ഇത് വന്നാൽ നിങ്ങളുടേത് ഇതിവിടെ ഇരിക്കും. ഇതിവിടെ എന്തായാലും ഇരിക്കേണ്ടതാണ്. ഇത് നിങ്ങൾക്ക് വരുന്നില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇതിങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ ഞാനങ്ങനെ ചെയ്തതാണ് ഇതൊക്കെ. ഓക്കെ ഈ കോഡ് വീണ്ടും അടിക്കുക. എത്ര വേണേലും അടിക്കുക, കുഴപ്പമില്ല. നിങ്ങൾ യൂസ് ചെയ്ത കോഡെന്നുണ്ടെങ്കിലും വീണ്ടും യൂസ് ചെയ്താലും സാധനം വർക്കാവും. ഓക്കെ സോ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് സംഭവമാണ് ഇത് ഭയങ്കര സുഖമുള്ള സംഭവമാണ്. ഈ സ്റ്റീം ടൂൾസ് എന്ന് പറഞ്ഞുള്ള ഈ സാധനം ജസ്റ്റ് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ ഇത് നമ്മളുടെ സ്റ്റീമിൻ്റെ ഒരു ടൂളാണ്. കണ്ട സ്റ്റീമിൻ്റെ പോലെ തന്നെ ഉണ്ടാവും. ജസ്റ്റ് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്താൽ വെയിറ്റ് ആക്കുക. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ആക്കിയാൽ ഇവിടെ ഉണ്ടാവും. ഈ ഒരു ബോൾ പോലത്തെ സാധനം, ബോളല്ല ഒരു സ്ക്വയറിലുള്ള ഒരു സാധനം. ഈ സാധനം നിങ്ങൾക്ക് ഇങ്ങനെ അങ്ങോട്ടും കൊണ്ട് ഇളക്കാൻ പറ്റും. ഇത് എന്ത് ലോഡാവുകയാണ്. ഓക്കെ ലോഡാവട്ടെ. ഓക്കെ ലോഡായിട്ടുണ്ട്. നമുക്കിതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കാം. ലൈക്ക്
ഒരു ആപ്പ് പോലല്ല, എവിടെ വേണേലും വെക്കാം. ആപ്പിൻ്റെ മേലെ വരെ ഈ സാധനം നമുക്ക് വെക്കാൻ പറ്റും. ഇത് എവിടെ വേണേലും വെക്കാം. നിങ്ങളിങ്ങനെ കൊണ്ടു നടക്കണം എന്നൊന്നുമില്ല. ഇനി നിങ്ങളുടെ ഫയൽ എടുക്കുക. ഓക്കെ, ഏത് ഫയലിലാണ് വെച്ചാൽ വെക്കുക. എന്നിട്ട് അതിൽ ഈ സാധനം എടുത്തിട്ട് നിങ്ങൾ ഡ്രാഗ് ചെയ്ത് ഇവിടെ കോപ്പി ചെയ്യുക. ഇവിടെ കോപ്പി ചെയ്തതിൽ ഇത് ലോഡാവും. ഇത് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്താൽ ഇവിടെ അടിയിൽ ഇങ്ങനെ കാണും. കണ്ടില്ല ഒന്നുകൂടി ആണോ? ഇത് കംപ്ലീറ്റ് യുവർ സ്ക്രിപ്റ്റ് ആഫ്റ്റർ. ഓക്കെ, ഇത് നിങ്ങൾക്ക് എത്ര വേണേലും ഇങ്ങനെ വെക്കാം. എത്ര വേണേലും ഇങ്ങനെ വെച്ച് വെക്കാം, ഒരു കുഴപ്പമില്ല. കണ്ടോ, എത്ര വേണേലും ഇത് വെക്കാം. എന്നിട്ട് നമ്മൾ ഇതിൽ നിന്ന് പോവുക. എന്നിട്ട് ഇത് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ആ ഒരു സാധനം റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് റീസ്റ്റാർട്ട് സ്റ്റീം ചെയ്യുക. ഇനി നമ്മൾ ഇത് ഡബിൾ ക്ലിക്ക് ചെയ്താൽ സ്റ്റീം ഓപ്പൺ ആകും കേട്ടോ. അത് അപ്ഡേറ്റ് ചെയ്തതാണ്. അപ്ഡേറ്റ് എന്ന് വെച്ചാൽ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തതാണ്. ഞാൻ റീസ്റ്റാർട്ട് സ്റ്റീം ഞെക്കിയല്ലോ, റീസ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ സ്റ്റീമിൽ നിന്ന് ഒരു ഗെയിം ഇൻസ്റ്റാൾ വാങ്ങുന്നുണ്ടെങ്കിൽ, ഡൗൺലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാവും. ആഡ് ടു കാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റീമിൽ ലൈബ്രറി പറഞ്ഞൊരു സെക്ഷൻ ഉണ്ടാവും. ആ സെക്ഷനിൽ നമ്മൾ കയറ്റിയ ഗെയിംസൊക്കെ ഇങ്ങനെ ഉണ്ടാവും. ഇങ്ങനെ അടിക്കടി ഇങ്ങനെ നിരന്ന് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. സോ അതിൽ നിങ്ങൾ കയറ്റിയ ഗെയിം ഉണ്ടാവും. അത് നിങ്ങൾ വാങ്ങിയ ഗെയിമാണ്. സോ ഈ ഗെയിമിൻ്റെ ഇപ്പോൾ നമ്മൾ ഈ സ്റ്റീം ടൂൾസിലേക്ക് ആ ഗെയിമിൻ്റെ ആ ഒരു സ്ക്രിപ്റ്റ് നമ്മൾ ഡ്രാഗ് ചെയ്തിട്ടില്ലേ, ഇനി ഏത് ഗെയിമിൻ്റെ സ്ക്രിപ്റ്റാണ് നമ്മൾ ഡ്രാഗ് ആക്കി ഇട്ടുക, ആ ഡ്രാഗ് ചെയ്ത ഗെയിം ഫ്രീ ആയിട്ട് ഒരു പൈസയും പോവാതെ ഫ്രീ ആയിട്ട് നിങ്ങളുടെ ലൈബ്രറിയിൽ വന്ന് കിടക്കും. ഈ സ്റ്റീം ടൂൾസിൻ്റെ ഈ സാധനം ഡബിൾ ക്ലിക്ക് ചെയ്താൽ സ്റ്റീം ഓപ്പൺ ആവും കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്തപ്പോൾ സ്റ്റീം ഇപ്പോൾ ഓപ്പൺ ആവും. ഇവിടെ അത് നമുക്ക് നോർമലി ഇതാക്കാം. അത് വർക്കാവുന്നില്ല, എന്തെങ്കിലും ആയിക്കോട്ടെ. നമുക്കിപ്പോൾ സ്റ്റീം നോർമലി ഓപ്പൺ ആക്കാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് വെയിറ്റ് ആക്കുക. ലോഡാക്കണം. ഓക്കെ, കുറച്ച് ടൈം എടുത്തു, നല്ല ലോഡായിട്ടുണ്ട്. ഓക്കെ, ലെറ്റ്സ് ഗോ. ഓക്കെ, അത് വന്നിട്ടുണ്ട്. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ആക്കി കൊടുത്താൽ മതി. ഓക്കെ, സോ നമ്മൾ സ്റ്റീം ഇപ്പോൾ ലോഡ് ആവുകയാണ്. ഒന്ന് വെയിറ്റ് ആക്കുക. വെയിറ്റ് ആക്കിയാലും ഇതിങ്ങനെ വരും. സോ ഇത് നമ്മളുടെ നോർമൽ സ്റ്റീമാണ്. നമുക്കിത് കളയാട്ടോ. ഇത് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, എക്സിറ്റ് ക്ലിക്ക് ചെയ്യുക, അപ്പോൾ സാധനം പോകും. ഓക്കെ, ഇതിങ്ങനെ വെച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, ഈ സ്റ്റോറിൽ നമ്മൾ ലൈബ്രറി എന്ന് നോക്കിയ ഗെയിം അവിടെ ഉണ്ടാവും. അത് ടോട്ടലി ഫ്രീ ആയിട്ട്. ഇപ്പം ഞാൻ കാണിച്ചു തരാം. ഇതാ ഞാൻ ഡൗൺലോഡ് ചെയ്ത ഗെയിം നിയോൺ ജിയോമെട്രി ഡാഷ്. ഇതാ ഫ്രീ ആയിട്ട് ഇതായിരിക്കും. ഇത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം, കളിക്കാം. അങ്ങനെ കയറ്റിയ ഗെയിംസാണ് ടിയർ ഡൗണ്, പിന്നെ ഓൺലി അപ്പ് കയറ്റാൻ നോക്കി, പക്ഷേ അത് എന്ത് വർക്കാവുന്നില്ല. ഓക്കെ, പിന്നെ BeamNG ഡ്രൈവ് ഇത് ഞാൻ കയറ്റിയിട്ടില്ല, കാരണം ഇതിൽ ഇത്രയും GB ഉള്ളതുകൊണ്ട് ഞാനത് കയറ്റിയിട്ടില്ല. ഓക്കെ, പിന്നെ ഹലോ നെയ്ബർ ഇത് ഫ്രീ ആണ്. ഓക്കെ, ഇനി ഫ്രീ ആയാലും പെയ്ഡ് ആയപ്പോൾ എല്ലാവർക്കും ഇനി കയറ്റാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ വീഡിയോ യൂസ്ഫുള്ളായി നിങ്ങൾ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക. പിന്നെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ അഭിപ്രായം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ കാണാം. ടാറ്റാ.